സ്വാഗതം സ്പോർട്സ് റിപ്പോർട്ടറിലേക്ക്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവബഹുലമായ രണ്ടാഴ്ചകളാണ് പിന്നിട്ടത്. ഒന്ന്, ഇന്ത്യ ഏഷ്യ കപ്പിൽ മുത്തപ്പെടുന്നു. രണ്ട്, ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ഏകദിന T20 ടീമുകളെ പ്രഖ്യാപിക്കുന്നു. അത് ഉയർത്തിവിട്ട ചർച്ചകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ദിലീപ് രമേന്ദ്രൻ. അദ്ദേഹത്തെ പ്രത്യേകിച്ച് മലയാളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. സർ, സ്വാഗതം. ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അത് ഉയർത്തിവിട്ട കുറേ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചില ആളുകളുടെ ഒമിഷൻ, ചില ആളുകളുടെ ഇൻക്ലൂഷൻ. എങ്ങനെ വിലയിരുത്തുന്നു ഈ ടീം സെലക്ഷനെ? ടീം സെലക്ഷൻ, T20 സെലക്ഷൻ അതിലൊരു സർപ്രൈസും ഇല്ല. ആകെ ഹാർദിക് പാണ്ഡ്യ പരിക്ക് കാരണം പുറത്താനും പകരം ഒരാളെ എടുത്തിട്ടുണ്ടെന്നല്ലാതെ T20 ടീം ശരിക്കും ഇപ്പോൾ ഒരു വിധത്തിൽ സെറ്റാണ്. ഏഷ്യ കപ്പ് ജയിച്ചതിന് ശേഷം അതിൽ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനില്ല ശരിക്കും. ഇനി ആ ടൂർണമെൻറ്റ് വരെ അതുപോലെ തന്നെ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റേ ODI ടീമിൽ പിന്നെ ഇവർ തിരിച്ചു വരുമെന്നായിരുന്നു എപ്പോഴും ഒരു ചർച്ച. പിന്നെ അവരെ കൊണ്ട് റിട്ടയർ ചെയ്യിപ്പിക്കുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആദ്യം ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഇത് ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി കളിക്കണ ആൾക്കാരെ മാത്രമേ ഈ സ്ക്വാഡിൽ എടുക്കുള്ളൂ എന്നൊക്കെ. പക്ഷെ അതില്ലാതെ തന്നെ കോഹ്ലിയും രോഹിത്തിനെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതേസമയം ക്യാപ്റ്റൻസി ചേഞ്ച് വരുന്നു. ശുഭ്മാൻ ഗിൽ ഇറയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കടക്കുന്നു. അപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇനി എത്ര കാലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ബാക്കി ഉണ്ടാവുക? ഈ ഗില്ലിനെ ക്യാപ്റ്റൻ ആക്കണ കാര്യം നമ്മൾ എനിക്ക് തോന്നുന്നു മുമ്പ് സംസാരിച്ചപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേ മാസം മുമ്പ് എടുത്ത തീരുമാനമാണ് എല്ലാ ഫോമാറ്റിലേക്കും ഒരു ക്യാപ്റ്റൻ എന്നുള്ളതിലേക്ക് മാറാൻ. T20 ഇപ്പോൾ തൽക്കാലം ചേഞ്ച് ചെയ്യില്ല, പക്ഷെ അടുത്ത ലോകകപ്പ് കഴിഞ്ഞിട്ട് അതും മാറ്റും. അപ്പം അത് ആരെയും ഞെട്ടിപ്പിക്കണ ഒരു കാര്യമല്ല. ഇവരുടെ ഭാവി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സീരീസ് ബൈ സീരീസ് ഈ ഒരു ഫോർമാറ്റ് മാത്രം കളിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കളി കിട്ടുന്നില്ല. ഇപ്പോൾ ഈ സീസണിൽ ആകെപ്പാടെ ഇവർക്ക് 9 കളിയെ മാക്സിമം കളിക്കാൻ പറ്റുക. 3 ഓസ്ട്രേലിയയിൽ, പിന്നെ ഇന്ത്യയിൽ വന്നാൽ സൗത്ത് ആഫ്രിക്ക ആയിട്ട് 3, ന്യൂസിലൻഡായിട്ട് 3. അപ്പോൾ ഈ 9 കളി എന്ന് പറഞ്ഞാൽ ബാക്കി 350 ദിവസത്തിലധികം ഉണ്ട്. അപ്പോൾ അതെപ്പോഴും ഒരു റിസ്ക് ആണ് ശരിക്കും. അപ്പോൾ 2027 ലോകകപ്പ് വരികയാണ്. അപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് 40 വയസ്സാവും, കോഹ്ലിയും അതുപോലെ തന്നെ 38 വയസ്സിലേക്ക് കിടക്കും. അപ്പോൾ സെലക്ടർമാർക്ക് അതെപ്പോഴും ഒരു ആശങ്കയാണ്. അവർ സച്ചിനോടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, 2012 പകുതിയായപ്പോൾ സെലക്ടർമാർ ചോദിച്ചു, നിങ്ങൾ 15 ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ വിരമിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ ആൾക്കാരെ കൊണ്ടുവരണം. അപ്പം ഇവരുടെ 2 ആൾക്കാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഉത്തരം, ഡെഫിനറ്റ് ആയിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അവരും സീരീസ് ബൈ സീരീസ് നോക്കട്ടെ എന്നുള്ളൊരു മൂഡിലാണ് ഇപ്പോൾ. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമില്ല. അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല. ഇപ്പോൾ സീരീസ് പോയി കളിക്കുമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പോൾ കോഹ്ലിയെ പോലത്തെ ഒരാൾ കാൺപൂർ പോലത്തെ ഒരു നഗരത്തിൽ ഞാൻ കുറേ ക്രിക്കറ്റ് കവർ ചെയ്തിട്ടുള്ളത്. അവിടെ പോയാൽ ശരിക്കും ഒരു സർക്കസ് ആയിരിക്കും കോഹ്ലി അവിടെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ. ആകെ ഒരു ഹോട്ടലേ ഉള്ളൂ, അവിടുന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, റൂമിൻ്റെ ഫ്ലോറിൽ മുഴുവൻ ഗൺമെൻ ആയിരിക്കും. അങ്ങനത്തെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാവും. പിന്നെ അവർക്ക് ഈ ഒരു പ്രായത്തിൽ അങ്ങനത്തെ ഒരു സ്ട്രെസ് ആവശ്യമില്ല ശരിക്കും. ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഈ രോഹിത് ശർമ്മക്ക് 1 വർഷം കൂടി കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത ലോകകപ്പ് വരെയെങ്കിലും അവസരം കൊടുക്കണമായിരുന്നു എന്ന ഒരു ചർച്ച അപ്പുറത്ത് നടക്കുന്നത്. മുഹമ്മദ് കൈഫൊക്കെ ഉയർത്തിവിട്ടൊരു ചർച്ചയുണ്ട്. അപ്പോൾ അതിനോടൊക്കെ നമ്മളെങ്ങനെ പ്രതികരിക്കും? എനിക്ക് അതിലൊരു യോജിപ്പില്ല. എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ലോകകപ്പിൻ്റെ കാര്യത്തിൽ 2 കൊല്ലം ബാക്കിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളിക്കുന്നുള്ള ഒരു കളിക്കാരൻ ഗില്ലാണ്. അപ്പം അങ്ങനത്തെ ഒരു കളിക്കാരനെ ക്യാപ്റ്റനാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ സമയം കിട്ടും. ആരാണ് തൻ്റെ കളിക്കാർ, ഏത് കളിക്കാരെയാണ് തനിക്ക് വിശ്വാസം, അത് എല്ലാ ക്യാപ്റ്റൻസിനും കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ സ്റ്റീവ് വോ മാറി പോണ്ടിങ്ങിന് കൊടുത്തു, ധോണിക്ക് 3 കൊല്ലം കിട്ടി 2008 ശേഷം, 11 മുമ്പ്, കോഹ്ലിക്ക് 19 ലോകകപ്പിന് മുമ്പ് ഒരു സമയം കിട്ടി. അപ്പം എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവും ഒരു ടീമിന്. അപ്പോൾ ആ ക്യാപ്റ്റന് ആ സമയം കൊടുക്കണം, അല്ലാതെ അതിന് മുമ്പ് 5-6 മാച്ച് മാത്രം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഗൗതം ഗംഭീർ പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തലപ്പത്തേക്ക് വരുന്ന സമയത്ത് ഈ 3 ഫോർമാറ്റിലും 3 ടീമുകൾ എന്നൊരാശയം അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഈ 3 ഫോർമാറ്റിലേക്കും ശുഭ്മാൻ ഗില്ലിനെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള
പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവിദൂര ഭാവിയിൽ തന്നെ ഈ സൂര്യകുമാർ യാദവ് ഒഴിയുമ്പോൾ T20 ക്രിക്കറ്റിൻ്റെ തലപ്പത്തേക്കും ശുഭ്മാൻ ഗിൽ തന്നെ വരും എന്നുള്ളതാണ്. എത്രയുണ്ട് സാധ്യമാണ് ഈ 3 ഫോർമാറ്റിൽ 3 ക്യാപ്റ്റന്മാർ 3 ടീം എന്നൊക്കെ പറയുന്ന? ഇതിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ഭാഗ്യമാണ് ശരിക്കും ഇങ്ങനെ 3 ഫോർമാറ്റും കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനെ വീണ്ടും കിട്ടിയത്. പണ്ട് നമുക്ക് കോഹ്ലിയും രോഹിത്തും രണ്ടുപേരും ഇതേപോലെ 3 ഫോർമാറ്റിലും തിളങ്ങിയിട്ടുള്ള കളിക്കാരാണ്. അതുപോലത്തെ വേറെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ശരിക്കും. ഇപ്പം പല കളിക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് റെഡ് ബോൾ കളിക്കാൻ പറ്റുന്നില്ല. ശ്രേയസ് അയ്യർക്ക് പുറത്ത് പ്രശ്നം കാരണം റെഡ് ബോൾ കളിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ സെലക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ബുംറയ്ക്ക് അതേപോലെ എല്ലാ ഫോർമാറ്റിലും എല്ലാ കളിയൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാ ഫോർമാറ്റിലും പെർഫോം ചെയ്യണ ഒരു കളിക്കാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമാണ്. ഏത് ടീം എടുത്താലും ഇപ്പോൾ ബെൻ സ്റ്റോക്സ് ഒക്കെ 3 ഫോർമാറ്റും കളിക്കാൻ പറ്റും, പക്ഷെ ഫിറ്റ്നസ് കാരണം ഇപ്പം അത് ചെയ്യുന്നില്ല. ഇത് പറയുന്ന സമയത്ത് തന്നെ ഈ 3 ഫോർമാറ്റും കളിക്കാൻ പറ്റുന്ന ചില താരങ്ങളുടെ ഒമിഷനും ചില സമയത്ത് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ, അദ്ദേഹത്തിന് ഏകദിനത്തിൽ അധികം അവസരം കിട്ടിയിട്ടില്ല. അതേസമയം അദ്ദേഹം ടെസ്റ്റിൽ നന്നായി കളിക്കുന്നു. IPL വരുന്ന സമയത്ത് T20യിലും അദ്ദേഹത്തിൻ്റെ ഫോം നമ്മൾ കാണാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. പക്ഷേ ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എത്ര തന്നെ ഓപ്പണേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കൂടിയുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ രോഹിത് ടീമിലിടത്തോളം കാലം രോഹിത് ഒരു ഓപ്പണറായിരിക്കും ODIയിൽ. പിന്നെ കോഹ്ലിയുടെ ആ നമ്പർ 3 സ്പോട്ടും സെറ്റാണ്. അപ്പോൾ പിന്നെ ഗില്ല് ഓപ്പൺ ചെയ്യേണ്ടി വരും. എങ്ങനെയായിരിക്കും ഒരു ഓർഡർ തീരുമാനിക്കാന്ന് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ എത്ര തന്നെ കളിക്കാരെ നമുക്കിപ്പോൾ സഞ്ജുവിനെ അത് കാരനാണ് എടുക്കാത്തത്. അവരുടെ മനസ്സിൽ സഞ്ജു ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ടാണ്. ന്യൂ ബോളിൻ്റെ എതിരെയാണ് സഞ്ജു ഏറ്റവും നന്നായി ബാറ്റ് ചെയ്യാറ്. അപ്പം പക്ഷെ ആ ODI ടീമിൽ എവിടെ കോഹ്ലിയും രോഹിത്തുള്ള ടീമിൽ എവിടെ സഞ്ജുവിനെ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അല്ല, ഈ സഞ്ജുവിനടക്കമുള്ള ആളുകൾ ഒഴിവാക്കാൻ പറയുന്ന ചില ന്യായങ്ങൾ നമുക്ക് ഭയങ്കര ഇല്ലോജിക്കലായി ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അദ്ദേഹം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ മാറ്റുന്നത്, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മിഡിൽ ഓർഡറിലാണ്. ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റെക്കോർഡുകളൊക്കെ ഉള്ളത്. അടിച്ചിട്ടുള്ള 500-ൽ 300-ലധികം റൺസ് പിന്നെ മിഡിൽ ഓർഡറിൽ കളിച്ചിട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് T20യിൽ നടക്കുന്ന സമയത്ത്. T20യിൽ അദ്ദേഹത്തിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മിഡിൽ ഓർഡറിലേക്ക് കിടക്കുന്നത് ശുഭ്മാൻ ഗിൽ വന്നു എന്നാണ് അതിന് റീസണായി പറയുന്നത്. ഇതൊക്കെ ഇല്ലോജിക്കലായിട്ടാണ് സാധാരണ തോന്നാറുള്ളത്. അല്ല, ഒരു ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് ഞാൻ പറയില്ല, ഒരു നല്ല കാര്യമാണ്. അത്രയും നല്ല ബാറ്റ്സ്മാൻ ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. ഇപ്പോൾ ഒരു 4 സ്പോട്ടിന് വേണ്ടി ഒരു 8-9 കളിക്കാർ അതിലെല്ലാവർക്കും അർഹിക്കേണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ അവരുടെ പല സ്റ്റേജിലുള്ള അവരുടെ പെർഫോമൻസ്. ഇപ്പോൾ സഞ്ജു 3 സെഞ്ചുറിയാണ് കഴിഞ്ഞ സീസൺ അടിച്ചത് T20യിൽ. അപ്പം എല്ലാവർക്കും ഇതുപോലെ ജയ്സ്വാളിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഗില്ലിൻ്റെ റെക്കോർഡ് എല്ലാ ഫോർമാറ്റിലും വളരെ നല്ലതാണ് ഈ അടുത്ത കാലത്ത്. അപ്പോൾ ആരെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അത് സെലക്ടേഴ്സിന് അത് ഒരിക്കലും എളുപ്പമായിട്ടുള്ളൊരു തീരുമാനമല്ല ശരിക്കും. ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പിന്നെ പൊതുവെ ഉയർന്ന വിമർശനങ്ങളിലൊന്നായിരുന്നു ഈ ഹർഷിത് റാണയുടെ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ 3 ഫോർമാറ്റിലും കളിക്കുന്നത് ഹർഷിത് റാണയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇത് ഞാൻ ഏകദേശം 20 കൊല്ലം മുമ്പ് VRV സിംഗ് എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടായിരുന്നു പഞ്ചാബിൽ നിന്ന്. ഗ്രെഗ് ചാപ്പിൽ ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു ലോജിക്കലായിട്ട് നമുക്ക് ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഭയങ്കര വിശ്വാസമായിരുന്നു VRV സിംഗ്. ശ്രീശാന്തിൻ്റെ ഏകദേശം അതേ സമയത്താണ് സ്ക്വാഡിലുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി 2006. അപ്പോൾ ഈ ഹൈറ്റും ഉണ്ട്, നല്ല ബൗൺസും കിട്ടും. പക്ഷേ എന്താ പറയുക, ഒരു ഗെയിം ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നില്ല VRV സിംഗിന്. ഒരു ലൈനും ലെങ്ത്തും കൺസിസ്റ്റൻസി ഒന്നുമില്ല. അതുപോലത്തെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഹർഷിത് റാണയിലും കാണുന്നത്. പൊട്ടൻഷ്യൽ ഉണ്ട്, 140ൻ്റെ മേലെ എറിയാൻ പറ്റും, ബൗൺസ് കിട്ടും. ആ ട്രാവിസ് ഹെഡിനെ ഔട്ടാക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പെർത്ത് ടെസ്റ്റിലൊരു ഓഫ് കട്ടറായിരുന്നു തോന്നുന്നു. അത് അങ്ങനെ ബോൾ ചെയ്യാനും പറ്റും, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ അവർ ജസ്റ്റ് ആ പൊട്ടൻഷ്യലിൻ്റെ പേരിലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എത്രത്തോളം കാലം പൊട്ടൻഷ്യലിൻ്റെ പേരിൽ ഒരു കളിക്കാരനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉയർത്തും. അത് ഇതിലെന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഭയങ്കര പൊട്ടൻഷ്യലുള്ള കുറേ കളിക്കാർ പുറത്തിരിക്കുന്നു, അതേസമയം തന്നെ ഹർഷിത് റാണ നിരന്തരം. പക്ഷെ അത് അധികം ബാറ്റ്സ്മാൻമാരാണ്. ബോളിംഗ് ഇപ്പം നമ്മുടെ ശരിക്കും കുറച്ചൊരു
വറി തന്നെയാണ് സെലക്ടേഴ്സിന്. ഇപ്പം പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പുറമെ പോകുമ്പോൾ ഭുവനേശ്വർ കുമാർ, ഉമേഷ് യാദവ്, ഇഷാന്ത് ശർമ്മ ഇങ്ങനത്തെ കളിക്കാരാണ് പുറത്ത് ബെഞ്ചിലിരിക്കേണ്ടത്. ഇപ്പം അങ്ങനത്തെ ഒരു ക്വാളിറ്റി ബാക്കപ്പ് നമുക്കില്ല. ഇപ്പം ബുംറയും സിറാജിനെയും മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസീദ് കൃഷ്ണയും ഹർഷിത് റാണയൊന്നും നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പണ്ട് ഇതേപോലെ ശ്രീശാന്ത്, സഹിർ ഖാൻ, ആശിഷ് നെഹ്റ, ഒരു നിര ബോളർമാരുണ്ടായിരുന്നു. RP സിംഗ്, പ്രവീൺ കുമാർ, എല്ലാവർക്കും വേറെ വേറെ കഴിവുകളുണ്ട്, കോംപ്ലിമെന്റ് ചെയ്യണത്. ഇർഫാൻ പഠാൻ. അപ്പം അങ്ങനത്തെ ഒരു ബാക്കപ്പ് ഇപ്പം കാണുന്നില്ല. സാർ, ഇതിൽ ഈ സാധാരണ ഇതിൽ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷനിലെ പൊളിറ്റിക്സ്, സ്വജനപക്ഷപാതിത്വം, ഇതൊക്കെ എല്ലാ കാലത്തും ചർച്ചയാവാറുണ്ട്. ഇപ്പോൾ പാജിത് അഗർക്കറിന് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. GG കോട്ട എന്ന് പറയുന്നൊരു പ്രയോഗം വരുന്നുണ്ട്. ഇപ്പോൾ CSK കോട്ട എന്ന് പറഞ്ഞിട്ട് ധോണി ഇന്ത്യൻ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, അതുപോലെ മുംബൈ ലോബി എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ എന്താണ്, യാഥാർത്ഥ്യങ്ങൾ എന്താണ്? അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഇപ്പം നമ്മൾ മീഡിയയിൽ ഇതിനെപ്പറ്റി വിവരിക്കുമ്പോൾ പറയും, ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി വിരാട് കോഹ്ലിയാണ്, ഏറ്റവും ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. പക്ഷെ വിരാട് കോഹ്ലിയെ വരെ ഇങ്ങനത്തെ ലോബിയിങ് ആണ് ക്യാപ്റ്റൻസിയിൽ നിന്ന് പുറത്താക്കിയത്. ആ കോവിഡ് കാലത്ത് നമ്മൾ ഇംഗ്ലണ്ടിൽ 2021 പോയപ്പോൾ 3 ബസ്സായിട്ടാണ് ഗ്രൗണ്ടിലേക്ക് പോവുക, ഈ കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം. അപ്പോൾ ഒരു ബസ്സിലധികം ഈ മുംബൈ കളിക്കാർ, അജിങ്ക്യ രഹാനെ, രോഹിത് ശർമ്മ, ഷർദുൽ ഠാക്കൂർ, അങ്ങനത്തെ കളിക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ സ്ഥിരം ഹോട്ട് ലൈൻ മുംബൈയിലത്തെ പല പത്രങ്ങളിലും ചാനലുകളിലും വർക്ക് ചെയ്യണ പത്രപ്രവർത്തകരുണ്ട്. അവർക്ക് ബോർഡിലത്തെ സെലക്ടേഴ്സായിട്ട് അവരുടേതായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു നെക്സസ് ആണ് ശരിക്കും. അങ്ങനെയാണ് അവർ കോഹ്ലി. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി എടുത്തു മാറ്റിയത് ഡിസംബറിലൊക്കെയാണ്. പക്ഷെ ഒരു സെപ്റ്റംബർ ആയപ്പോഴേക്കും പലർക്കും അറിയാമായിരുന്നു ഇത് പോവാണ്. എന്നുവെച്ചാൽ ആ ഗൂഢാലോചന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്തിടെയൊക്കെ ഇർഫാൻ പത്താനൊക്കെ ഒരു വിമർശനം മഹേന്ദ്ര സിംഗ് ധോണിക്കെതിരെ ഉയർത്തിയിരുന്നു. അദ്ദേഹം മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ടീമിലെത്താൻ പറ്റാത്ത ചില സമയങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ രവീന്ദ്ര ജഡേജയെക്കുറിച്ച് പറയുന്ന സമയത്ത്, ജഡേജ ടീമിലേക്ക് വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന വിമർശനങ്ങളിലൊന്നായിരുന്നു അദ്ദേഹം CSK കോട്ടയായിരുന്നു എന്ന്. അല്ല, കോട്ട എന്ന് ഞാൻ പറയില്ല ധോണിക്ക്. പക്ഷേ തനിക്ക് വിശ്വാസമുള്ള കളിക്കാരെ എന്തായാലും ടീമിൽ എടുക്കുന്നുള്ള, അതിപ്പോൾ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ജോഗിന്ദർ ശർമ്മ, അല്ലെങ്കിൽ കുറച്ചു കാലം മറ്റേ ജഡേജ വരുന്നതിന് മുമ്പ് പ്രഗ്യാൻ ഓജ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചില കളിക്കാരെ എനിക്ക് എന്തായാലും RP സിംഗിനെ ബീച്ചിൽ നിന്ന് വിളിച്ചു വരുത്തി ഒരു ടെസ്റ്റ് മാച്ച് കളിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ബോൾ 75 മൈലൊറ്റായിരുന്നു സ്പീഡ്. ഒരു ഫിറ്റ്നസ്സും ഇല്ലാത്ത കളിക്കാരനെ മയാമി ബീച്ചിൽ നിന്ന് വിളിച്ച് കൊണ്ടുവന്ന് ഓവൽ ടെസ്റ്റ് കളിപ്പിച്ചിരിക്കുക. അതങ്ങനെ എന്താ പറയുക, എനിക്ക് ഈ കളിക്കാരനെ വേണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് തീരുമാനമാക്കും.